വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ നൊവേന ദിനങ്ങളിലൂടെ കടന്നുപോകുന്ന നമുക്ക് അല്പനേരം വിശുദ്ധയുടെ ജീവിതത്തെപ്പറ്റി ധ്യാനിക്കാം. സ്നേഹത്താൽ മാത്രമേ വീടുകയുള്ളൂ എന്ന ആഴമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തൻ്റെ ദൈവവിളി സ്നേഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ വിശുദ്ധ കൊച്ചുത്രേസ്യ അത് പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹത്തിന് തന്നെ ഒരു ഹോമബലിയായി സമർപ്പിച്ചത്. എന്നാൽ അത് എങ്ങനെ പ്രാവർത്തികമാക്കേണ്ടിയിരിക്കുന്നു എന്നവൾ സാവധാനം ചിന്തിച്ചു തുടങ്ങി. എങ്ങനെയാണ് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിന് പ്രതിസ്നേഹം പ്രകടിപ്പിക്കുവാൻ ബലഹീനയായ തനിക്ക് സാധിക്കുക? മാലാഖമാരോടും പുണ്യവാന്മാരോടും അവൾ പ്രാർത്ഥിച്ചു. സകല സൃഷ്ടികളിലും വെച്ച് ഏറ്റവും നിസ്സാരയായി ഞാൻ, എൻ്റെ നിസ്സാരതയും ദൗർബല്യവും ഞാൻ അറിയുന്നു. നിങ്ങളുടെ സ്നേഹം ഇരട്ടിയായിട്ട് എനിക്ക് വേണം ഈശോയെ സ്നേഹിക്കാൻ. യേശുവിനോടുള്ള തൻ്റെ സ്നേഹം ബോധ്യപ്പെടുത്തുവാനായി വേറെ മാർഗങ്ങളൊന്നുമില്ല എന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ വിശ്വസിച്ചു. അതിനൊരു മാർഗം അവൾ കണ്ടുപിടിച്ചു. പുഷ്പങ്ങൾ വിതറുക തന്നെ. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതായത് യാതൊരു നിസ്സാര സഹനവും യാതൊരു നോട്ടവും വാക്കും നഷ്ടമായി പോകാൻ അനുവദിക്കാതിരിക്കുക. ഇപ്രകാരം തികച്ചും നൂതനമായ ഒരു ആത്മീയ പാത തെളിച്ചു നീങ്ങുന്ന അവളെ ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് എന്ന വിധം അവളുടെ മനസ്സിൽ ഒരു വചനം വ്യക്തമായി തെളിഞ്ഞു വന്നു. പരിശുദ്ധ സ്നേഹത്തിൻ്റെ ഏറ്റവും ലഘുവായൊരു പ്രകരണം മറ്റെല്ലാ സൽപ്രവൃത്തികളുടെയും ആകത്തുകയേക്കാൾ തിരുസഭയ്ക്ക് തുലോം പ്രയോജനകരമാണ് എന്നവൾ തിരിച്ചറിഞ്ഞു. സ്വർഗത്തിലിരുന്ന ഇന്നും റോസാപുഷ്പങ്ങളെ നമുക്കായി വർഷിക്കുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയോട് നമുക്കും പ്രാർത്ഥിക്കാം. സ്നേഹത്താൽ മാത്രമേ വീട്ടപ്പെടുകയുള്ളൂ എന്ന് തിരിച്ചറിയുന്ന നമുക്കും നമ്മുടെ ഏറ്റവും നിസ്സാരമായ സഹനങ്ങളും നമ്മുടെ നോട്ടങ്ങളും വേദനകളും പ്രതിസന്ധികളും സന്തോഷങ്ങളുമെല്ലാം ഈശോയ്ക്ക് ഒരു ഹോമബലിയായി വിശുദ്ധ സമർപ്പിച്ചതുപോലെ നമുക്ക് സമർപ്പിക്കാം. നമുക്കും വിശുദ്ധ കൊച്ചുത്രേസ്യ പാടിയതുപോലെ പാടാം. ഈശോനാഥ സ്നേഹസരിപ്പതിയേ, സായാഹ്നം ദിനവും ക്രൂശിൻ മുൻപിൽ ഞാൻ വന്നു. നാഥ പുഷ്പസമൂഹം വത്സലവൃത്തത്തിൽ വിലസും സോത്സാഹം നുതിയോടു സദാ വല്ലഭനായി പൂക്കളെ വിതറിയിടാം. വല്ലഭനായി പൂക്കളെ വിതറിയിടാം.